ഹായ് മഡിയേഴ്സ്, ഞാൻ നിങ്ങൾ ജിജാസ്. നമ്മളിപ്പോൾ ഉള്ളത് സിറ്റി ഓഫ് പാലസസ് ആയിട്ടുള്ള മൈസൂരിലാണ്. മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നേട്ടാ. ടിക്കറ്റ് എടുത്ത് നേരെ അകത്തേക്ക്, ചെരുപ്പും ഷൂസൊക്കെ ഇട്ട് പാലസിന്റെ അകത്തേക്ക് എൻട്രി അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഇവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കണോട്ടാ. ഈ നമ്പർ നോട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മൈസൂരുള്ള നമ്മുടെ ഈ മൈസൂർ പാലസ്. ഒരു വർഷം 30 ലക്ഷത്തിലേറെ പേരാണ് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുന്നത്. ഞാൻ പോയത് ഒരു വീക്കെൻഡിലായിരുന്നു. തിരക്കെന്നൊക്കെ പറഞ്ഞതേ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ഒരു രക്ഷയില്ലാതെ തിരക്കായിരുന്നു കേട്ടോ. മച്ചാവർ ഈ തിരക്കൊന്നും വെറുതെ അല്ല. ലൈഫിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് മൈസൂർ പാലസ്. പഴയ പാലസ് 14-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്തതാണ്. പക്ഷെ അത് കത്തിയമർന്ന് പോയി. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൈസൂർ പാലസ് 1897 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1912 ഫിനിഷ് ചെയ്തതാണ് കേട്ടോ. അന്നത്തെ മഹാരാജാവായ കൃഷ്ണരാജയുടെ കാലത്ത് ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിട്ടുള്ള ഹെൻറി ഇർവിനാണ് നമ്മുടെ ഈ മൈസൂർ പാലസ് നിർമ്മിച്ചത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയും 70 രൂപയും 18 വയസ്സിൽ മുകളിലുള്ളവർക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഫോറിനേഴ്സിന് 1000 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. മൈസൂർ പാലസ് പണിയാനായി അന്ന് ചെലവായത് ഏകദേശം 42 ലക്ഷത്തോളം രൂപയാണ്. ഇപ്പോ 30 കോടിക്ക് മുകളിലാണ് മൈസൂർ പാലസിന്റെ വാർഷിക വരുമാനം. ഏകദേശം 3 മണിക്കൂർ എടുത്തു നമുക്ക് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച വേറൊന്നും ആയിരുന്നില്ല, അതിന്റെ ഇരട്ടി തിരക്ക് തന്നെയായിരുന്നു. ചെരുപ്പ് ഷൂസ് ഒക്കെ വാങ്ങിച്ചപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പാലസ് ആണ് നമ്മുടെ മൈസൂർ പാലസ്. രാത്രിയാകുമ്പോഴുള്ള കാഴ്ചയും കൂടി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കട്ടെ. അതിമനോഹരമാണ്. നിങ്ങൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ഗോ ആൻഡ് വിസിറ്റ് മൈസൂർ പാലസ്. മൈ ഡിയേഴ്സ്, മസ്റ്റ് വിസിറ്റ് പാലസ് ഇൻ ഇന്ത്യ.